ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സ് ആൻഡ് ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങൾ ഉറപ്പായും ചോദിക്കാവുന്ന ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ചങ്ക കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഒട്ടും മടിക്കണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്നാണ്? ആൻസർ 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശിലെ മീററ്റ്. സിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ്? ആൻസർ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ബ്രിട്ടീഷുകാർ സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ആൻസർ മംഗൾ പാണ്ഡെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ആൻസർ ഖുദിറാം ബോസ്. അദ്ദേഹത്തിന് 18 വയസ്സാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ബീഹാർ. ബീഹാറിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്ന ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ വി ഡി സവർക്കർ. വി ഡി സവർക്കർ ആണ് 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലാണ് രാജഗോപാലാചാരി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു ആണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ആൻസർ സുബൈദാർ. ഇന്ത്യയിലെ
ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് സുബേദാർ. ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ്? ഉത്തരം 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ എ.ഒ. ഹ്യൂം. എ.ഒ. ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ആൻസർ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? ആൻസർ സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്തു നേടേണ്ടതാണ് എന്നു പറഞ്ഞ നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവാണ് ബാലഗംഗാധര തിലക്. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ആൻസർ മഹാദേവ ദേശായി. മഹാദേവ ദേശായി ആണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? ഉത്തരം 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എപ്പോഴാണ്? ആൻസർ 1930 മാർച്ച് 12. ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 12. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ചൗരി ചൗര സംഭവം നടന്ന വർഷം എപ്പോൾ? ഉത്തരം 1922 ഫെബ്രുവരി 5. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടന്നത്. ഉപ്പു നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്.
ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നാണ് ഇർവിൻ പ്രഭു ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? ആൻസർ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് ആണ് മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം. വാഗൺ ട്രാജഡി നടന്ന വർഷം എപ്പോഴാണ്? ഉത്തരം 1921 നവംബർ 10. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏതാണ്? ആൻസർ തിരൂർ മുതൽ താനൂർ വരെ. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈനാണ് തിരൂർ മുതൽ താനൂർ വരെ. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ടിൽ വെച്ച്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എപ്പോഴാണ്? ആൻസർ 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ്? ഉത്തരം ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറലാണ് ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഉദ്ധം സിംഗ്. ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരനാണ് ഉദ്ധം സിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ആൻസർ പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? ഉത്തരം 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ നേതാവ് ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വനിത ആരാണ്?
ഉത്തരം ആനി ബസന്റ്. ആനി ബസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം ആരാണ്? ആൻസർ ബദറുദ്ദീൻ ത്യാബ്ജി. ബദറുദ്ദീൻ ത്യാബ്ജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? ആൻസർ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. ക്വിറ്റ് ഇന്ത്യ ദിനമായി നാം ആചരിക്കുന്നത് എപ്പോഴാണ്? ആൻസർ ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി നാം ആചരിക്കുന്നത് ആഗസ്റ്റ് 9-നാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ആൻസർ നിരഞ്ജന. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏതു സമരത്തിലായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജിയുടെ വാക്കുകൾ. ഗാന്ധിജിയുടെ വാക്കുകളാണ് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണെന്ന്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എപ്പോഴാണ്? ആൻസർ 1931 മാർച്ച് 23-ന്. 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിന്റെ പേരിൽ വിജയാശംസകൾ നേരുന്നു. അപ്പൊ നന്നായി പഠിക്കാം, വിജയിക്കുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് കൂട്ടുകാർ ടെക്സ് ആൻഡ് ഗെസ് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.